എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു നിയാൻസ്. പാവയ്ക്ക കൊണ്ട് ഒട്ടും കയ്പില്ലാതെ നല്ല സൂപ്പർ ടേസ്റ്റിൽ തയ്യാറാക്കിയ ഒരു കറിയുടെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. ആദ്യം നമുക്ക് കറിക്ക് വേണ്ടിയുള്ള അരപ്പ് തയ്യാറാക്കിയെടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു തേങ്ങയുടെ പകുതി ചിരകി എടുത്തിട്ടുണ്ട്. അത് ഇതേപോലെ ഒരു പാനിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. തേങ്ങ നന്നായി ഇത് മൂത്ത് വന്ന് കിട്ടിയാലേ നമുക്ക് കറിക്ക് നല്ലൊരു കളറും നല്ല മണവും ഒക്കെ കിട്ടുകയുള്ളൂ. അതുകൊണ്ട് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറമാകുന്നത് വരെ ഇതിനെ നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. തേങ്ങ വറുക്കുമ്പോൾ ഫ്ലെയിം എപ്പോഴും മീഡിയത്തിലിട്ട് കൊടുത്ത് വറക്കാം. അപ്പം അല്ലെങ്കിൽ തേങ്ങയുടെ ചെറിയ പൊടികളൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇതാകുമ്പോൾ ഒരേപോലെ തന്നെ നന്നായിട്ട് മൂത്ത് കിട്ടും. ഇപ്പോൾ തേങ്ങ നന്നായി മൂത്ത് ഗോൾഡൻ ബ്രൗൺ നിറമായിട്ടുണ്ട്. ഈ സമയമാകുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിമൊക്കെ നന്നായിട്ട് സിമ്മിലാക്കിയിട്ട് കുറച്ച് മസാലകളും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ തേങ്ങയിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കും. അതിൻ്റെ കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് വീണ്ടും എല്ലാം കൂടി നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇട്ട് കൊടുത്ത മസാലകളൊന്നും കരിയാതെ ഫ്ലെയിം നന്നായി സിമ്മിലാക്കിയിട്ടതിന് ശേഷം ഈ ഒരു രീതിയിൽ നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഇത് അടുപ്പിൽ നിന്ന് മാറ്റി വെച്ച് നല്ലതുപോലെ ഒന്ന് തണുപ്പിച്ചെടുക്കാം. കറിയിലേക്ക് ആവശ്യമായ 1 നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നീട് അതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പുളി നന്നായി ഒന്ന് കുതിർന്ന് കിട്ടട്ടെ. പാവയ്ക്കയിലേക്ക് നന്നായി ഒന്ന് പുളി പിടിക്കാൻ വേണ്ടി ഒരു വലിയ നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി വേണം. ഇനി ഞാൻ ഈ ഒരു വലുപ്പത്തിലുള്ള ഒരു പാവയ്ക്കാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇത് 2 സൈഡും കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം ഈ ഒരു വലുപ്പത്തിൽ കട്ട് ചെയ്ത് മാറ്റാം. ഇനി അതിനകമൊക്കെ ഇതേപോലെ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ഇപ്പോൾ പാവയ്ക്കെല്ലാം കുരുവൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു വലിപ്പത്തിൽ ഇതിനെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇനി കറിയിലേക്ക് ആവശ്യമായ ഒരു 20ഓ 25ഓ ചെറിയ ഉള്ളിയും കൂടി വൃത്തിയാക്കി ഇതേപോലെ കട്ട് ചെയ്തെടുത്ത് വയ്ക്കാം. ഇനി ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്ത് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് പൊട്ടിച്ചെടുക്കാം. പിന്നീട് അതിലേക്ക് 2-3 ചെറിയ ഉള്ളി ചെറുതായി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. പിന്നീട് വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഈ കറി വയ്ക്കുമ്പോൾ നമ്മൾ ആദ്യമേ കടുക് പൊട്ടിച്ചിട്ടാണ് കറി വയ്ക്കുന്നത്. അപ്പോൾ അതെല്ലാം കൂടി നന്നായി മൂത്ത് കിട്ടുമ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പാവയ്ക്കയും ചെറിയ ഉള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം. പാവയ്ക്കയും ചെറിയ ഉള്ളിയൊക്കെ എണ്ണയിൽ കിടന്ന് നന്നായിട്ടൊന്ന് വാടി വരുന്നത് വരെ ഇതിനെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഈ സമയം പാവയ്ക്കയിൽ പിടിക്കാൻ ആവശ്യമായ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. പാവയ്ക്കയും ചെറിയ ഉള്ളിയൊക്കെ എണ്ണയിൽ കിടന്ന് എത്രത്തോളം നന്നായി വാടി വരുന്നു അത്രത്തോളം കറിക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും. അതാണ് ഇതേപോലെ നന്നായി ഒന്ന് വാടി വരുന്ന സമയമാകുമ്പോഴേക്കും നമുക്കിതിലേക്ക് ഇനി പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത് നമ്മൾ നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചിരുന്ന പുളിയാണ് നന്നായി പിഴിഞ്ഞ് അതിൻ്റെ ജ്യൂസ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ചേർത്ത് കൊടുത്ത് ഒന്നുകൂടി ഒന്ന് വേവിച്ചെടുക്കാം. ഇനി പാവയ്ക്കയും ചെറിയ ഉള്ളിയൊക്കെ ഈ പുളി വെള്ളത്തിൽ കിടന്ന് നല്ലതുപോലെ ഒന്ന് അകമൊക്കെ പുളി പിടിച്ചിട്ട് വെന്ത് വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ആ സമയം കൊണ്ട് നമുക്ക് നേരത്തെ വറുത്ത് വെച്ചിരുന്ന തേങ്ങ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. അപ്പോഴേ നന്നായിട്ട് തേങ്ങ തണുത്ത് കിട്ടിയിട്ടുണ്ട്. ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. ഈ ഒരു രീതിയിൽ നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ വേകാൻ വെച്ചിരുന്ന പാവയ്ക്കയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. പുളിയൊക്കെ പാവയ്ക്കയിലേക്ക് പിടിച്ച് പാവയ്ക്കയുടെ കയ്പ്പൊക്കെ നന്നായിട്ടൊന്ന് മാറി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നീട് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി കറിക്ക് എത്രത്തോളം വെള്ളം ആവശ്യമാണോ അത്രത്തോളം വെള്ളവും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ശരിക്കും ഇതൊരു തൊടുകറിയായിട്ട് കൂട്ടുന്നതാണ് ഏറ്റവും നല്ലത്. ഒരുപാട് വെള്ളം ചേർക്കാതെ നല്ല തിക്കായിട്ടിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഞാൻ ആവശ്യത്തിന് വെള്ളമൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ലതുപോലെ മിക്സാക്കി കൊടുത്തതിന് ശേഷം ഇനി കറിക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. വീണ്ടും നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് അടച്ചു വെച്ച് നല്ല തിള വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ കറി നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു 3-4 മിനിറ്റ് ഇതേപോലെ തന്നെ കറി നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. നന്നായി തിളച്ച് 2 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി മൂടി വെച്ച് ഫ്ലെയിം നന്നായി സിമ്മിലാക്കിയതിന് ശേഷം ഒരു 2 മിനിറ്റും കൂടി വെയിറ്റ് ചെയ്യാം.
അപ്പോൾ അത് കറി നന്നായി പരുവായി വന്നിട്ടുണ്ട്. നല്ലപോലെ എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല പരുവായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് അടച്ചു വെച്ച് ഫ്ലെയിം ഓഫ് ചെയ്തെടുക്കാം. ഒട്ടും കയ്പില്ലാത്ത ഈ ഒരു പാവയ്ക്ക കറി നിങ്ങളിങ്ങനെയൊന്ന് തയ്യാറാക്കി നോക്കൂ. തീർച്ചയായും ഇഷ്ടപ്പെടും. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കൂ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ഫ്രം നിയാൻസ്. താങ്ക്സ് ഫോർ വാച്ചിങ്.